ഡീകോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാക്കിലെ ഒരു ടിപ്സിനെ കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഈയിടെയായി വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മാക്ബുക്കിൽ സ്ക്രീൻ ലോക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെ സ്ക്രീൻ ലോക്ക് മാക്ബുക്കിലോ അല്ലെങ്കിൽ ഐമാക്കിലോ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സ്ക്രീൻ ലോക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ സിസ്റ്റം പ്രിഫറൻസ് ഓപ്പൺ ചെയ്യുക. സിസ്റ്റം പ്രിഫറൻസ് ഓപ്പൺ ചെയ്ത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിക്വയർ പാസ്വേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലിയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കും ഇമ്മീഡിയറ്റ്ലിയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിവിടെ എന്തെങ്കിലും ചേഞ്ചസ് ആയി നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ആക്കി മാറ്റുക. ഇമ്മീഡിയറ്റ്ലി ആക്കി മാറ്റുമ്പോഴേക്ക് നിങ്ങളുടെ സിസ്റ്റം പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുക്കുക. നമുക്ക് ഈ അവസരത്തിൽ ഇമ്മീഡിയറ്റ്ലിയാണ് വേണ്ടത്. കാര്യം നമ്മൾ പെട്ടെന്ന് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് സ്ക്രീൻ ലോക്ക് ചെയ്തിട്ട് പോകുന്നു. പിന്നെ തിരിച്ച് നമ്മൾ വരുമ്പോൾ മാത്രമേ നമുക്ക് പാസ്വേഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് സിസ്റ്റം പ്രിഫറൻസ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോട്ട്ലൈറ്റ് എടുക്കുക. സ്പോട്ട്ലൈറ്റ് വഴി ഓട്ടോമേറ്റർ സെലക്ട് ചെയ്യുക. ഓട്ടോമേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ ന്യൂ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമേറ്റർ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് തരും. അപ്പോൾ ഇവിടെ നിങ്ങൾ സർവീസ് എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സർവീസാണ്, ഈ സ്ക്രീൻ ലോക്ക് എന്ന് പറയുന്നത് ഒരു സർവീസാണ്. ആ സർവീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സർവീസ് ക്ലിക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ഷൻ എന്ന് പറയുന്ന ടാബിൻ്റെ സബ് കാറ്റഗറിയിൽ വരുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്ടിലിറ്റിയുടെ സബ് കാറ്റഗറിയിൽ വരുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന സ്റ്റാർട്ട് സ്ക്രീൻ സേവർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ നിങ്ങൾക്കിവിടെ കാണാം. ഈ ഫോൾഡറിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്ത് ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫങ്ഷനാലിറ്റി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ട ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സർവീസ് റിസീവ് സെലക്റ്റഡ് എന്ന് പറയുന്ന അവിടെ ഇപ്പോൾ ടെക്സ്റ്റാണ് കിടക്കുന്നത്. ആ ടെക്സ്റ്റ് മാറ്റി നോ ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഫങ്ഷനാലിറ്റി ഓക്കെയാണ്, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫംഗ്ഷൻ വർക്കാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഈ റൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്കിപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല. കാര്യം ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് റണ്ണിങ്ങിലാണ്. ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയലിനെ സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫയലിനെ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഓട്ടോമേറ്ററിലെ ഫയലിൽ പോവുക, സേവ്. നിങ്ങളിവിടെ ഒരു പേര് സെലക്ട് ചെയ്യുക, സ്ക്രീൻ ലോക്ക് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമേറ്ററിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓട്ടോമേറ്റർ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ഈ ഫംഗ്ഷനെ നമുക്കൊരു കീബോർഡ് ഷോർട്ട് കട്ടാക്കി മാറ്റണം. എങ്കിലേ അത് ഇംപ്ലിമെൻ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് പോകേണ്ടത് നിങ്ങളുടെ സിസ്റ്റം പ്രിഫറൻസ് ഓപ്പൺ ചെയ്യുക. സിസ്റ്റം പ്രിഫറൻസിൽ കീബോർഡ് സെലക്ട് ചെയ്യുക. കീബോർഡ് സെലക്ട് ചെയ്ത് ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്ന ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അണ്ടർ സർവീസിലാണ് നമ്മൾ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തത്. സർവീസ് സെലക്ട് ചെയ്യുക. സർവീസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമേറ്റർ വഴി ക്രിയേറ്റ് ചെയ്ത ആ ഫയലിൻ്റെ കോപ്പി നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഫയൽ നമുക്കിവിടെ കാണാൻ പറ്റും. സെർച്ച് ചെയ്യുക. ജനറൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ സ്ക്രീൻ ലോക്ക് എന്ന് പറയുന്ന ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫയലാണ് ഇവിടെ കാണുന്നത്. അവിടെ വന്ന ആഡ് ഷോർട്ട് കട്ട്, നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ള ഷോർട്ട് കട്ട്, ആ ഷോർട്ട് കട്ട് 2 or 3 കീ ഉപയോഗിച്ച് നിങ്ങൾ 2 or 3 അതിൽ കൂടുതൽ നിങ്ങൾക്ക്
എത്രത്തോളം ഹാൻഡിയായി തോന്നുന്നു ആ കീ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫങ്ഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങൾ എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഉപയോഗിച്ച കീവേഡ് നിങ്ങളുടെ കീബോർഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്കാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാനത് റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ്, ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നല്ലൊരു വീഡിയോയുമായി എത്രയും വേഗം തന്നെ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും.